GSB എടുക്കുന്ന എവിടത്തേക്ക് സാറേ? ഓ, നിനക്ക് വേണോ വേണ്ട എന്ന് പറ ആദ്യം. എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? GSP യാ? ആ, GSP എങ്ങനെ ഓട്ടോ സാധനം കിട്ടുമോ? സാധനം ഞാൻ തരാം. ആ, എത്ര രൂപ കിട്ടുമെന്ന് നോക്ക്. അത് എങ്ങനെ കമ്പനിന്ന് വരുന്നതാ? നീ എന്തിനാ ഈ മൊത്തം ഡീറ്റെയിൽ ചോദിക്കുന്നത്? നിനക്ക് GSP എടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. 20 ലോഡ് തരാം. 20 ലോഡ് GSP യാ? ആ, ഓ, എടുക്കാം. എന്തോ എങ്ങനെ എടുക്കാമെന്ന്? അവർക്ക് ഡെയിലി പൈസ കൊടുക്കണം. ഡെയിലി പൈസ കൊടുക്കണോ? ആ, എത്ര രൂപ ഡെയിലി കൊടുക്കണം? സെറ്റ്. അതാ നീ എത്ര കൊടുക്കുമെന്ന് പറ. സാറ് പറ, വില പറയാം. ഞാനാണോ GSP വില പറയണ്ടത്? 20 രൂപ കൊടുക്കണം അവർക്ക്. 20,000 രൂപ? ആ, 15 രൂപയാണെന്ന് എടുക്കാന്ന് പറയാം. 15 രൂപയ്ക്ക് തരത്തില്ല അവര്. 20 രൂപ ആണെങ്കിൽ അവർ തരും. ഞാൻ ബാർഗൈൻ ഒക്കെ ചെയ്തതാ. 47,000 രൂപയ്ക്ക് അവരെടുക്കുന്നേ. 47,000 രൂപ എടുക്കാനായിട്ട് അവന്മാരെ അഴുക്ക GSP അവരൊക്കെ റോഡ് പണിക്ക് മാത്രമേ ഉള്ളൂ. നീ ഒന്ന് ശ്രമിച്ചു നോക്കാം ആദ്യം ഒന്ന്. നീ ഉടനെ ഇല്ലെന്ന് പറയാം. ഒരു പണി തരുമ്പോ പണി എടുക്കാൻ പറ്റത്തില്ല. പണി എടുക്കാൻ പറ്റത്തില്ല. ആ സാധനം ഞാൻ ഇപ്പൊ കറക്റ്റ് ചെയ്യാന്ന്. എത്ര ടോറസ് 10 വീലാണോ വരുന്നത്? 10 വീലിന് ദിവസം 20 ലോഡ് വെച്ച്. ദിവസം 20 ലോഡ് വെച്ച് എത്ര രൂപ കൊടുക്കണം അവരൊക്കെ? ലാസ്റ്റ് ഇത് വില പറയാം. 20 രൂപ അവർ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ മൊത്തം നോക്കിയതിൻ്റെ അകത്ത് 20 രൂപ അവർ കൊടുക്കണം. അവർ കുറച്ച് പേരുണ്ട്. ശരി, ഞാൻ ഇപ്പോൾ വിളിക്കാം. ദേശീയപാത നിർമ്മാണത്തിനായി ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ കവർച്ച ചെയ്ത 3 പേർ ആറ്റിങ്ങൽ പോലീസ് പിടിയിലായി. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള NH-66 നിർമ്മാണത്തിനായി കരാറെടുത്ത RDS കമ്പനി അവരുടെ കൊല്ലമ്പുഴ മാമം യാർഡുകളിൽ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന മെറ്റലുകൾ, കമ്പികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികൾ കവർച്ച ചെയ്ത സംഘത്തിൽപ്പെട്ട 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ആറന്മുള താഴത്തേതിൽ വീട്ടിൽ മനോജ് 49, കല്ലമ്പലം തോട്ടയ്ക്കാട് വെട്ടിമൺകോണം പുത്തൻവിള വീട്ടിൽ വിമൽ രാജ് 34, വർക്കല ചെറുനിയൂർ വെണ്ണിയോട് വായനശാലയ്ക്ക് സമീപം മനോജ് 44 എന്നിവരെയാണ് ആറ്റിങ്ങൽ DYSP S മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ SHO ഗോപകുമാർ G, SI-മാരായ സജിത് S, ജിഷ്ണു MS, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ് കുമാർ K, ശരത് കുമാർ LR എന്നിവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്തത്. കരാർ കമ്പനിയായ RDS കമ്പനിയുടെ മുൻ ജീവനക്കാരനായ പത്തനംതിട്ട സ്വദേശി മനോജ് ഇനിയും ഈ കേസിൽ പിടികൂടാനുള്ള ബീഹാർ സ്വദേശിയുമായി ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നിർമ്മാണ സാമഗ്രികൾ മോഷണം ചെയ്തു വരികയായിരുന്നു. സാമഗ്രികൾ മോഷണം ചെയ്തതിനെ തുടർന്ന് കമ്പനി പോലീസിൽ പരാതി നൽകുകയും ഇതിനെ തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മോഷ്ടിച്ചെടുത്ത സാധന സാമഗ്രികൾ ചില സ്വകാര്യ നിർമ്മാണ കമ്പനികൾക്കും സ്വകാര്യ യാർഡുകൾക്കും പകുതി വിലയ്ക്ക് വിറ്റഴിക്കുകയായിരുന്നു ഇവർ ചെയ്തു വന്നിരുന്നത്. ലോറികളും എക്സ്കവേറ്ററും ഉപയോഗിച്ചാണ് ഇപ്രകാരം പ്രതികൾ മോഷണം നടത്തിയിരുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.